സ്ത്രീകൾ 3 കുട്ടികളെ പ്രസവിക്കണമെന്ന RSS തലവൻ. ഇന്ത്യയുടെ ജനസംഖ്യാ നിരക്ക് കുറയാതിരിക്കാൻ കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത്. എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ സമൂഹം നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ പാർട്ടികളും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. നാഗ്പൂരിൽ RSS പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേ വിഷയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് വിഭിന്നമായ നിലപാടാണ് RSS തലവൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും 2 മക്കളുണ്ടായാൽ അതിൽ ഒരാൾ പെൺകുട്ടിയാവുകയും അവരിലൂടെ പിന്നെയും കുഞ്ഞുങ്ങൾ പിറക്കുകയും ചെയ്യും. അതിലൂടെ തലമുറകൾ നിലനിൽക്കും. അതിനാൽ തന്നെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 2.1 നിന്ന് താഴേക്ക് പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. 3 കുട്ടികൾ എന്തായാലും വേണമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. മറാഠി ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സ്ത്രീകൾ 2ലേറെ കുട്ടികളെ പ്രസവിക്കണമെന്നുള്ളത് RSSന്റെ ഏറെക്കാലമായുള്ള വാദമാണ്. എന്നാൽ ഇതിനെ ജനസംഖ്യാ വളർച്ചാ നിരക്കുമായും ബന്ധിപ്പിച്ചും സ്ത്രീകൾ നിശ്ചിത എണ്ണം കുട്ടികളെ പ്രസവിക്കണമെന്ന നിലപാട് RSS ഉയർത്തുന്നത് ആദ്യമായാണ്. ദീർഘകാലമായി ഹിന്ദു ഐക്യം എന്ന ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന RSS ജനസംഖ്യയിൽ ബാലൻസ് നഷ്ടപ്പെടരുത് എന്ന വാദമുയർത്തി മുസ്ലിം ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ പ്രതിസ്ഥാനത്ത് നിർത്തി വാദഗതികൾ ഉന്നയിച്ചിരുന്നു. ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാനവ തൊഴിൽ ശേഷിയുള്ള രാജ്യമെന്ന മേൽക്കോയ്മ നഷ്ടമാകരുതെന്നും RSS വാദിച്ചിരുന്നു. 2015 ഫെബ്രുവരി മാസത്തിൽ സമാനമായ നിലപാട് BJP MP സാക്ഷി മാലിക് ഉന്നയിച്ചപ്പോൾ അന്ന് RSS തലവൻ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഹിന്ദു സ്ത്രീകൾ 4 കുട്ടികളെ പ്രസവിക്കണമെന്നായിരുന്നു അന്നത്തെ സാക്ഷി മാലിക്കിന്റെ പ്രസ്താവന. അന്ന് പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് നമ്മുടെ സ്ത്രീകൾ കുട്ടികളെ പ്രസവിക്കുന്ന ഫാക്ടറികളല്ല എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന.